എന്തുകൊണ്ടാണ് സമാധാനവും സന്തോഷവും നമ്മളെ വിട്ട് മാറി നിൽക്കുന്നത്? പലപ്പോഴും ചില സമയത്ത് സന്തോഷം വരും, പിന്നെ അത് പോവും. കൂടുതൽ സമയവും സങ്കടവും ടെൻഷനും ഒക്കെയാണ്, അമിത ചിന്തകളൊക്കെയാണ്. പല പല പണിയും പഠിച്ചു, പലതും ചെയ്തു നോക്കി, പക്ഷെ നമുക്കതിങ്ങനെ അങ്ങനെ വീണ്ടും വീണ്ടും തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? അതിന്റെ രഹസ്യം എന്താണ്? എന്താണ് അതിന്റെ സീക്രട്ട്? ഈ വിഷമവും സങ്കടവും ഒക്കെ നമുക്ക് വരുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആരെങ്കിലും നമ്മളെ പറ്റിക്കുമ്പോ, ഇല്ലെങ്കിൽ എന്തെങ്കിലും ചതി പറ്റുമ്പോ, ആരെങ്കിലും വഞ്ചിക്കുമ്പോ, ആരെങ്കിലും നമ്മളെ വഴക്ക് പറയുമ്പോ, ആരെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ കാര്യങ്ങൾ ആലോചിക്കുമ്പോ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എപ്പോഴും അതായിരിക്കില്ലേ നിങ്ങളുടെ വിഷമങ്ങളുടെയും സങ്കടങ്ങളുടെയും ഒക്കെ കാരണം? പ്രധാന കാരണം ആരോ എന്നെ പറ്റിച്ചു, അവര് വഞ്ചിച്ചു, എന്നെ ചതിച്ചു, എന്നെ ബുദ്ധിമുട്ടിച്ചു, എന്നെ വാക്കുകൊണ്ട് വിഷമിപ്പിച്ചു, അല്ലേ? എപ്പോഴോ, ചിലപ്പോ ഇന്നലെ ആയിരിക്കാം, ചിലപ്പോ വർഷങ്ങൾക്ക് മുമ്പായിരിക്കാം, ചിലപ്പോ കുഞ്ഞായിരിക്കാം. അവരെന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്, അബ്യൂസ് ചെയ്തിട്ടുണ്ട്, ചതിച്ചിട്ടുണ്ട്, പലരും വഞ്ചിച്ചിട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് നീതി കിട്ടുന്നില്ല. ഇപ്പോഴും പല സമയങ്ങളിലും എനിക്കിങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? ഇവിടെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിരോധാഭാസം. ലോകത്തിലെ ഏറ്റവും വലിയ വിരോധാഭാസം ഇവിടെയാണ്. ഒരാള് ചതിച്ചു, ഒരാൾ വഞ്ചിച്ചു, ഒരാൾ ചീത്ത പറഞ്ഞു, ഒരാൾ മാനസികപരമായി ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തു, ശാരീരികപരമായി ബുദ്ധിമുട്ടിച്ചു. ശരിക്കും അതിന്റെ തിക്തഫലം അനുഭവിക്കേണ്ടത് ആരാണ്? ആരാ അനുഭവിക്കണ്ടേ? നമ്മളെ ബുദ്ധിമുട്ടിപ്പിച്ച ആളാണോ അതോ നമ്മളാണോ അനുഭവിക്കണ്ടേ? അയാളല്ലേ, അയാളാണ് അനുഭവിക്കേണ്ടത്. ഇവിടെ പലർക്കും ഇതിന്റെ യഥാർത്ഥ മാധുര്യം അനുഭവിക്കാൻ പറ്റാത്ത പോണ എന്തുകൊണ്ടാണെന്നാണ് നിങ്ങളിപ്പോ പറഞ്ഞതിന്റെ അർത്ഥം. അയാളാണ് അനുഭവിക്കേണ്ടത്, സത്യമാണ്. പക്ഷെ അനുഭവിക്കുന്നത് ആരാണ്? അവിടെയാണ് ലോകത്തെ ഏറ്റവും വലിയ മിഥ്യ. ഇല്യൂഷൻ, മജിക്കൽ ഇല്യൂഷൻ. പിശാച്, സാത്താൻ, ഇബിലീസ് നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്ന ഇല്യൂഷൻ, മാജിക് നമ്മളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെ? അതുകൊണ്ടാണ് നിങ്ങൾക്ക് പലപ്പോഴും ആ കണക്ടിവിറ്റി, നിങ്ങളുടെ സോളുമായിട്ടുള്ള കണക്ടിവിറ്റി കിട്ടാത്തത്. നിങ്ങൾ ഇപ്പോഴും വിചാരിക്കുന്നത് ആരെങ്കിലും നമ്മളെ ചതിച്ചാൽ, നമ്മളെ ബുദ്ധിമുട്ടിച്ചാൽ, നമ്മളെ വേദനിപ്പിച്ചാൽ നമ്മളാണ് വിഷമിക്കേണ്ടതെന്നാണ്. ആരാണിത് പറഞ്ഞു തന്നത്? സത്യത്തിൽ അയാളിലെ വിഷമിക്കേണ്ട. അയാൾ വിഷമിക്കാത്ത എന്തുകൊണ്ടാണ്? അയാൾക്ക് ചെല്ലേണ്ട വികാരം വരെ നിങ്ങൾ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളുടെ ആത്മാവ് ഹോൾഡ് ചെയ്തിരിക്കുകയാണ്, നിങ്ങളുടെ സോൾ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അയാൾക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല. നമ്മളെ ചതിച്ചവർക്കും നമ്മളെ വഞ്ചിച്ചവർക്കും ഒന്നും, അവർ കൂളായിട്ട് ഭൂമിയിൽ നടക്കുകയാണ്. എന്തുകൊണ്ടാണത്? നിങ്ങൾ പിടിച്ചു വെച്ചേക്കും അയാൾക്ക് പോകേണ്ട സ്ഥാനത്ത്. അല്ലെങ്കിൽ പൈശാചികപരമായ, നെഗറ്റീവ് ആയിട്ടുള്ള, സാത്താനികപരമായ ചിന്തകൾ, നിങ്ങൾ എന്ത് പേരിട്ടു അതിനെ വിളിക്കാം, അത് നിങ്ങളിൽ പിടിച്ചു വച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് നിങ്ങൾ അതിനെ റിലീസ് ചെയ്യുന്നുവോ? നിങ്ങളുടെ ഹൃദയം എന്ന് വിശാലമാവുന്നു. നിങ്ങളുടെ യഥാർത്ഥ ആത്മാവിന്റെ ശക്തിയെക്കുറിച്ച്, അതിന്റെ പവറിനെ കുറിച്ച്, അതിന്റെ വിശാലതയെക്കുറിച്ച് നിങ്ങൾ എന്ന് മനസ്സിലാക്കുന്നുവോ, അന്നേ നിങ്ങൾക്ക് ഈ വികാരങ്ങളെ റിലീസ് ചെയ്യാൻ പറ്റൂ.